ഉൽപാദന മേഖലയെ കാര്യമായി പരിഗണിച്ചാൽ ഒരു പരിധിവരെ നമുക്ക് ഇനിയുമേറെ മുന്നോട്ട് പോകാനാവില്ല. അതെ അതെ അതെ, വളരെ നല്ല ചോദ്യം. അതായത് ഉൽപാദന മേഖലയുടെ ഊന്നലിനാണ് നമുക്കിപ്പം ആത്മനിർഭർ ഭാരതിൻ്റെ ഭാഗമായിട്ട് ഈ പ്രൊഡക്ഷൻ ലിങ്ക്ഡ് ഇൻസെൻറ്റീവ് സ്കീം ഒരെണ്ണം കൊണ്ടുവന്നല്ലോ. 1,97,000 കോടിയായിരുന്നു അതിന് നീക്കിയിരിപ്പ്. 13-14 സെക്ടറിന് വേണ്ടി അധിക ഉൽപ്പാദനം ഉണ്ടാവുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ് അതിനുള്ള സപ്പോർട്ട് കൊടുക്കും എന്നുള്ളതാണ്. അതിൽ കണക്കുകളനുസരിച്ച് മാർച്ച് 24 വരെ ചിലവാക്കപ്പെട്ട തുക 9,700, 10,000 കോടിയിൽ താഴെയുള്ളൂ. 1,97,000 കോടിയാണ് നമ്മൾ കണക്കാക്കിയത്. അതുകൊണ്ട് എനിക്കൊരു സാധ്യത തോന്നുന്നത് കൂടുതൽ സെക്ടേഴ്സിന് ഈ PLIയുടെ ബെനിഫിറ്റ് കൊടുക്കാനായിട്ട് ഒരു സാധ്യത കാണുന്നു. അധികം നീക്കിയിരിപ്പ് വെക്കാതെ തന്നെ, മനസ്സിലായില്ലേ? കാരണം പൈസ നമ്മൾ ഉദ്ദേശിച്ച കാശ് അല്ലെങ്കിൽ നമ്മൾ ഉദ്ദേശിച്ച തുകയിൽ 1,97,000 10,000 കോടിയെ ചിലവാക്കപ്പെട്ടിട്ടുള്ളൂ. അതൊരു കാര്യം ഉൽപ്പാദന മേഖലയ്ക്ക്. പിന്നെ വരുന്നത് ഈ എക്സ്പോർട്സിൻ്റെ. ഇപ്പോൾ ഉൽപ്പാദന മേഖല എന്ന് പറയുമ്പോൾ എക്സ്പോർട്സ് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കയറ്റുമതി സപ്പോർട്ട് അർഹിക്കുന്ന മേഖലയാണ്. അവിടെ പൊതുവെയുള്ള സപ്പോർട്ട് ഈ റെമിഷൻ ഓൺ ഡ്യൂട്ടീസ്, റോഡ് ടെപ്പ് എന്ന് പറയുന്നത്, റോഡ് ടെപ്പ് ആൻഡ് റിബേറ്റ്, ഇൻട്രസ്റ്റ് കൺസെഷൻ. നമ്മുടെ ഇൻട്രസ്റ്റ് റേറ്റ് ഇന്ത്യയിലെ പലിശ നിരക്ക് വിദേശ പലിശ നിരക്കിനെ അപേക്ഷിച്ച് കൂടുതലാണ്. അപ്പോൾ എക്സ്പോർട്ടേഴ്സിന് അത്രയും കോസ്റ്റ് വരുന്നതുകൊണ്ട് കുറച്ച് ഇൻട്രസ്റ്റ് സബ്വെൻഷൻ ഗവൺമെൻറ് കൊടുക്കുന്നുണ്ട്. അതിന് വേണ്ടിയിട്ടുള്ള നീക്കിയിരിപ്പ് വർദ്ധിപ്പിക്കുക. പിന്നെ 2030 ആകുന്നതോടുകൂടി നമ്മുടെ ഗോൾ $2 ട്രില്യൺ. ഇപ്പം നമ്മുടെ എക്സ്പോർട്ട് 430 ബില്യൺ. 1000 ബില്യണാണ് 1 ട്രില്യൺ. അപ്പോൾ 2000 ബില്യൺ 2030 ആവണം എന്നുള്ളതാണ് നമ്മുടെ ടാർഗറ്റ്. അപ്പോൾ ഈ രണ്ട് മേഖലയ്ക്കും PLI സ്കീമിൻ്റെ കവറേജ്, എക്സ്പോർട്സ്, ഇതാണ് ഉൽപ്പാദന മേഖലയ്ക്ക് പ്രോത്സാഹനം നൽകാനായിട്ട് പെട്ടെന്ന് തോന്നുന്ന 1-2 ഐഡിയാസ് ബഡ്ജറ്റിൽ പ്രതീക്ഷിക്കാവുന്നത്. വളരെ പ്രസക്തമായ കാര്യമാണ്. അവിടെയാണ് ബന്ധപ്പെടുത്തി പറയുകയാണെങ്കിൽ നമ്മൾ ഇപ്പം സംസാരിച്ച വിഷയങ്ങളിൽ ഈ സമഗ്രമായ ഒരു സമീപനം, പാവപ്പെട്ടവർ, ഉൽപ്പാദന മേഖലയുള്ളവർ, യുവാക്കൾ, കർഷകർ, കോർപ്പറേറ്റ്സ്, മിഡിൽ ക്ലാസ്, ഇവരെ എല്ലാം സ്പർശിക്കുന്ന രീതിയിൽ സർവതല സ്പർശിയായിട്ടുള്ള ഒരു ബഡ്ജറ്റ് അവതരിപ്പിക്കാനുള്ള ഒരു സാഹചര്യം, വിഭവ സമാഹരണത്തിൻ്റെ തോതൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗവൺമെൻറ്റിനുണ്ട്. അതായിരിക്കും പൊതുവെയുള്ള ഒരു പ്രതീക്ഷ. എല്ലാ വിഭാഗത്തെയും പ്രീതിപ്പെടുത്തുന്ന രീതിയിൽ, പ്രീതിപ്പെടുത്തുക എന്ന് വെച്ചാൽ ഈ ഇതല്ല, ഡോൾസ് കൊടുത്തിട്ടല്ല, അവർക്ക് വേണ്ടിയിട്ടുള്ള സാഹചര്യങ്ങൾ ഒരുക്കുക, എൻകറേജ് ചെയ്യുക, ആ രീതിക്കുള്ള എല്ലാ മേഖലയും സ്പർശിച്ചുകൊണ്ടുള്ള ഡിജിറ്റൽ അടക്കം. കാരണം ഡിജിറ്റൽ വളരെയധികം മുന്നോട്ട് പോക്ക്, കുതിപ്പ് നമ്മുടെ രാജ്യത്തിന് കൈവരിക്കുവാൻ സാധിച്ചിട്ടുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ ചെയ്ത കാര്യങ്ങളുടെ പിന്തുടർച്ചയോടൊപ്പം ചില വെൽഫെയർ സ്കീംസിൻ്റെ കുറച്ചുകൂടി പുഷ് ആണ് പൊതുവെ പ്രതീക്ഷിക്കുന്നത്. അപ്പോൾ നമ്മുടെ കേരളത്തിന് എന്ത് കിട്ടും എന്നുള്ള, കാരണം കടമെടുത്തുകൊണ്ട് അങ്ങനെ മുന്നോട്ട് പോയാൽ നമ്മളൊരു പാക്കേജൊക്കെ ആവശ്യപ്പെട്ടിട്ടുണ്ട്. പിന്നെ എയിംസിൻ്റെ കാര്യം ഒരു വശത്ത് നിൽക്കുന്നു. പക്ഷെ അങ്ങനെ ആണെങ്കിൽ കൂടിയും കേരളം അതിനപ്പുറത്തേക്ക് പ്രതീക്ഷിക്കേണ്ട ചില കാര്യം അല്ലല്ല. രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, കേരളം, ഞാൻ ഉൾപ്പെടുന്ന ഒരു സമൂഹം ഇവിടെ താമസിക്കുമ്പോൾ കേരളത്തിൻ്റെ ഡെവലപ്മെൻറ്റ് വളരെ ക്രിട്ടിക്കലി ഇമ്പോർട്ടൻ്റ് തന്നെയാണ്. അത് ഒരു ഭാരതത്തിൽ നിന്ന് വേറിട്ട ഒരു രീതിയിൽ കാണാൻ നിൽക്കുന്നതല്ല. പക്ഷേ ഇവിടെ നമുക്കുള്ള ഒരു പ്രോബ്ലം എന്ന് പറയുന്നത് നമ്മുടെ ഒരു ഡെമോഗ്രഫി വളരെ ഡിഫറെൻ്റാണ്. നമ്മുടെ ആ ഒരു ഏജിങ് പോപ്പുലേഷനാണ്. പ്രൊഡക്ഷൻ നമുക്കിവിടെ ഇല്ല. ഇവിടെ എന്തോ കാരണം കൊണ്ട് നമുക്ക് ഉൽപ്പാദനം മറ്റുമൊന്നും ഉണ്ടായിട്ടില്ല. സർവീസ് സെക്ടറിലാണ് കൂടുതൽ ഉണ്ടായിട്ടുള്ളത്. അതും നമ്മളൊരു മേജർ ത്രസ്റ്റ് ഏരിയ ആയിട്ട് വന്നിരുന്നത് ടൂറിസമാണ്. പക്ഷേ ഇവിടെ എല്ലാം നമുക്ക് ഇൻഫ്രാസ്ട്രക്ചർ, ഇപ്പോൾ സ്മാർട്ട് സിറ്റി എയിംസ് വേണമെന്ന് പറഞ്ഞു. പക്ഷേ അപ്പോൾ ഇന്ന് നമുക്ക് സ്മാർട്ട് സിറ്റി ആയിട്ട് എനിക്ക് തോന്നുന്നു 2 സ്മാർട്ട് സിറ്റി പ്രോജക്ട്സാണ് നമുക്ക് വന്നിട്ടുള്ളത്. എനിക്ക് തോന്നുന്നു കൊച്ചിയും ട്രിവാൻഡ്രവും. ഇന്ന് ട്രിവാൻഡ്രത്ത് താമസിക്കുമ്പോൾ നമുക്ക് കാണുന്ന ഈ സ്മാർട്ട് സിറ്റി കഴിഞ്ഞ എത്രയോ വർഷമായിട്ടും ഒരു ശകലം പോലും സ്മാർട്ടായിട്ടില്ല. അപ്പം ഇംപ്ലിമെൻറ്റേഷനിൽ എന്തോ കാര്യമായ പ്രോബ്ലം ഉണ്ട്. നമ്മൾ ഈ പ്രോജക്ട്സ് പണ്ട് ഈ നമ്മുടെ ബഡ്ജറ്റ് അവതരിപ്പിക്കുമ്പോൾ കേരളത്തിന് അത് ഫൈനാൻസ് കമ്മീഷൻ്റെ അലോക്കേഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ പറയുന്ന പ്രോജക്ട്സിൽ അവർ പറയുന്ന അല്ലെങ്കിൽ സെൻട്രൽ ഗവൺമെൻറ് വച്ചിരിക്കുന്ന മാനദണ്ഡം അനുസരിച്ച് പ്രവർത്തിക്കുന്ന ആളുകൾക്കാണ് ഇത് കൊടുക്കുക. അപ്പോൾ എയിംസ് എന്ന് പറയുകയാണെങ്കിൽ എയിംസിന് വേണ്ട ചില മാനദണ്ഡങ്ങളുണ്ട്. ആ മാനദണ്ഡങ്ങൾ ലാൻഡ് അക്വിസിഷൻ ആകാം,
അതിന് വേണ്ടിയിട്ടുള്ള കാര്യങ്ങളാണ്. ഇപ്പം സ്മാർട്ട് മീറ്ററിങ് ഇവിടെ ചെയ്താൽ നമുക്ക് ഒരു സബ്സിഡി കിട്ടും എന്ന് പറഞ്ഞു. നമ്മൾ സ്മാർട്ട് മീറ്ററിങ് ഗവൺമെൻറ് ഓഫ് ഇന്ത്യ പറയുന്ന രീതിയിൽ ചെയ്യാൻ തയ്യാറല്ല, അപ്പോൾ സബ്സിഡി ഇല്ല. അപ്പം നമുക്ക് അങ്ങനെ ഒരു കൊളാബറേറ്റീവ് അപ്രോച്ചിന് പകരം ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും ഫൈറ്റ് ചെയ്യുന്ന ഒരു അപ്രോച്ച് എടുത്താൽ ഒരു പക്ഷേ കേരളത്തിന് വിൽ മിസ് ദ ബസ്. അപ്പം വളരെ വളരെ ഇപ്പം എസ്പെഷ്യലി വിത്ത് നമ്മുടെ ഒരു എലക്റ്റഡ് റെപ്രസെൻറ്റേറ്റീവ് ഒരു മിനിസ്ട്രിയിൽ റെപ്രസെൻ്റ് ചെയ്യുന്ന സുരേഷ് ഗോപിയെ പോലുള്ളൊരു വ്യക്തിത്വത്തിന് സംബഡി ഹു ക്യാൻ തിങ്ക് ബിയോണ്ട് പൊളിറ്റിക്സ്, അല്ലെങ്കിൽ ഒരു അദ്ദേഹത്തിന് വോട്ട് ചെയ്തതും അങ്ങനെയാണെന്നാണ്. ഒരു രാഷ്ട്രീയത്തിന് അതീതമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരാൾ ഇന്ന് സെൻട്രൽ ഗവൺമെൻറ്റിൽ ഇരിക്കുമ്പോൾ, അതുപോലെ തന്നെ ജോർജ് കുര്യൻ എന്ന് പറയുന്ന സംബഡി ഹു ഹാസ്, അദ്ദേഹം രാജേട്ടൻ്റെ കൂടെ വർക്ക് ചെയ്ത് അദ്ദേഹത്തിൻ്റെ OSD ആയിട്ട് വർക്ക് ചെയ്ത് ഭരണ പരിചയമുള്ള, അല്ലാതെ ഒരു ന്യൂ കമ്മറല്ല. അപ്പോൾ ഇങ്ങനെയുള്ള ആളുകൾ നമ്മുടെ സ്റ്റേറ്റിനെ റെപ്രസെൻ്റ് ചെയ്ത് സെൻട്രൽ ഗവൺമെൻറ്റിൽ നമ്മുടെ അംബാസിഡേഴ്സാണ്. അപ്പം കുറേ കൂടെ കൊളാബറേറ്റീവ് അപ്രോച്ച് ഒരു ചെയ്യുക, അല്ലാതെ അതിനൊരു കോടതി കൊണ്ട് കേസ് കൊടുത്ത് അതിന് കൺഫേം ചെയ്ത് വാങ്ങിക്കുന്നത് അല്ലായിരിക്കണം ഒരു അപ്രോച്ച്. കാരണം എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും എല്ലാം കൺസേൺഡ് ആണ്. ഈ നെക്സ്റ്റ് ജനറേഷൻ എന്ത് ഇവിടെ ചെയ്യുമെന്നുള്ളതിന് കൺസേൺഡ് ആണ്. അപ്പം ഇവിടെ ഉണ്ടാകേണ്ട എസ്പെഷ്യലി ഈ വിഴിഞ്ഞം പോലുള്ളൊരു ട്രാൻസ്ഷിപ്മെൻറ്റ് പോർട്ട് കേരളത്തിൽ വന്നത് ഭാരതം മുഴുവൻ ഇമ്പാക്റ്റ് ചെയ്യാൻ കപ്പാസിറ്റി ഉള്ള ഒരു പ്രോജക്റ്റാണ്. അതിന് വേണ്ട ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റിനും അതിന് വേണ്ട ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കാനും അതിന് വേണ്ട സ്കിൽ ഡെവലപ്മെൻറ്റിനുള്ള കാര്യങ്ങളുമൊക്കെ ചെയ്തു കഴിഞ്ഞാൽ കേരളത്തിന് ഉള്ള അനന്ത സാധ്യതകളാണ്. അപ്പം കേരളത്തിന് കിട്ടേണ്ടത് എന്താണ് എന്ന് പറയുന്നതല്ല 24 ഇവിടുത്തെ ഒരു മിസ്മാനേജ്മെൻറ്റ് കൊണ്ട്, അല്ലെങ്കിൽ ടാക്സ് കളക്ഷൻ്റെ ഒരു പിഴവ് കൊണ്ട് ഒക്കെ ഉണ്ടായിട്ടുള്ള, അല്ലെങ്കിൽ ഒരു രീതിയിൽ നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്ത രീതിയിലുള്ള എക്സ്പെൻഡിച്ചർ ചെയ്യുന്നത് കൊണ്ട്, കറപ്റ്റ് പ്രാക്ടീസസ് ഉള്ളത് കൊണ്ടൊക്കെ മാറ്റിയിട്ടുള്ളത്. അത് ഗവൺമെൻറ് ഓഫ് ഇന്ത്യയിൽ നിന്ന് കിട്ടി നമ്മൾ രക്ഷപ്പെടും എന്ന് വിചാരിക്കുന്നത് എനിക്കറിയില്ല. ഐ ഡോണ്ട് നോ ഹൗ ഫാർ ഇറ്റ് ഇസ് ട്രൂ. പക്ഷേ നമ്മുടെ ഇതൊരു ജനങ്ങളല്ലേ, അതായത് നമ്മളെല്ലാവരും ജീവിക്കുന്ന ഒരു സ്റ്റേറ്റിൽ ഡെവലപ്മെന്റ് വരേണ്ടത് നമ്മുടെ എല്ലാവരുടെയും ആവശ്യമാണ്. കിട്ടേണ്ടത് എന്താണെന്നുള്ളത്, നമ്മൾ എന്താണ് ചെയ്യേണ്ടത് എന്നുള്ളത് ആലോചിക്കേണ്ട സമയമായിരിക്കുന്നു എന്നുള്ളതാണ്. ഒരുപാട് പ്രതീക്ഷിക്കുന്നുണ്ട്. എയിംസ് വരുമെന്ന് പ്രതീക്ഷിക്കുന്നു. വിഴിഞ്ഞം തുറമുഖത്തിന്റെ 2ാം ഘട്ടത്തിന് എത്ര കോടി എന്ന് പ്രതീക്ഷിക്കുന്നുണ്ട്. റെയിൽവേ നവീകരണം, അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ പ്രതീക്ഷിച്ചിരിപ്പുണ്ട്.